വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ വെച്ച് പിന്നെ പ്രോട്ടീനായിട്ട് എങ്ങനെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഡെയിലി മാക്രോസ് ബാലൻസ് ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, പ്രോപ്പർ ബോഡി ബിൽഡിംഗ് സ്ട്രക്ചറിൽ പോകുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അബ്സോർപ്ഷനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഫുഡുകൾ ഏതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫുഡുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട്, ഡൈജഷന് പ്രശ്നമൊന്നും ഇല്ലാത്ത കുറച്ച് ഫുഡുകൾ കണ്ടുപിടിച്ചിട്ട് ആ ഫുഡുകൾ സെയിം തന്നെ റിപ്പീറ്റഡ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ട്രാക്കിങ്ങും ആക്യുറേറ്റ് ആയിരിക്കും, മസിൽ ബിൽഡിങ്ങും ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഗെറ്റ് അവേ മെത്തേഡ് മാത്രമാണ്. നിങ്ങൾക്ക് ഒത്തിരി കോമ്പറ്റീഷൻസ് ഒന്നും ഇറങ്ങേണ്ട ആൾക്കാരൊന്നുമല്ല. ബട്ട് നോർമൽ മസിൽ ബിൽഡിങ് അങ്ങനെ ഇച്ചിരി ടൈം എടുത്താണെങ്കിലും ചെയ്തോളാം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. കാരണം ഒരിക്കലും 100% ഇതൊരു ആക്യുറേറ്റ് ട്രാക്കിംഗ് ആയിരിക്കത്തില്ല. പക്ഷേ നമുക്കെല്ലാം എൻജോയ് ചെയ്ത് പോകാൻ ഇതാണ് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ ഫുഡായിട്ട് തുടങ്ങാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഒരു സ്റ്റൈൽ ഓഫ് ഈറ്റിംഗ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഒന്ന് തീരെ ബഡ്ജറ്റ് ഇല്ലാതെ നിൽക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കുമാണ്. രണ്ട് രീതി ഞാൻ പറയാം. ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡും ജസ്റ്റ് പ്രോട്ടീനുമായിട്ട് മിക്സ് ചെയ്ത് ഡെയിലിയുള്ള മാക്രോസ് ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതേസമയം സ്റ്റുഡൻസ് ആണെങ്കിൽ എപ്പോഴും പ്രോട്ടീൻ എമൗണ്ട് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫില്ലായില്ലെങ്കിൽ പോലും ഡെയിലി മാക്രോസ് എങ്ങനെയും, അതായത് ടോട്ടൽ കാലറീസ്, കാർബ് എങ്ങനെയും ഒക്കെ ഫില്ലാക്കാൻ നോക്കുക. നമ്മളെ കൊണ്ട് ആകപ്പാട് ആ സമയത്ത് പറ്റുന്നത് എന്താണോ അത് മാത്രമെങ്കിലും ചെയ്യാൻ നോക്കുക. സോ നമുക്ക് തുടങ്ങാം. ഇവിടെ കഴിക്കാൻ വന്നിരിക്കുമ്പം നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ട്രാക്കിംഗ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ആയിരിക്കുമല്ലോ നമ്മൾ ഡെയിലി കഴിക്കാൻ പോകുന്നത്. സോ ഞാൻ SEO എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. MyFitnessPal ഉള്ളതിൽ ഏറ്റവും എളുപ്പം, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്ക് SEO ആണ് യൂസർ ഇൻ്റർഫേസ് ചെയ്യാൻ തുടക്കം തൊട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമുക്കൊരു കിച്ചൺ വെയിങ് സ്കെയിൽ എന്നാണെങ്കിലും വേണം. കാരണം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ചപ്പാത്തി വയ്ക്കാനുള്ള ഒരു ചപ്പാത്തി, 2 ചപ്പാത്തി അങ്ങനെയൊക്കെ മെഷർ ചെയ്യുന്നവരുണ്ട്, ട്രാക്ക് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ നിങ്ങളതിന് ചിന്തിക്കുക, ഇപ്പോൾ നിങ്ങൾ പരത്തിയത് ചിലപ്പം ചെറുതോ വലുതോ അങ്ങനെ വ്യത്യാസമാണെങ്കിൽ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ കിടക്കുന്ന അവരുദ്ദേശിച്ച ചപ്പാത്തി അതിലും വലുതാകാം, ചിലപ്പോൾ ചെറുതാകാം. സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രാമിലാക്കിയിട്ട് എപ്പോഴും ഗ്രാമിൽ മെഷർ ചെയ്യുന്നതാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഫുഡ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇന്നിവിടെ കുക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ കപ്പയുണ്ട്, പിന്നെ ബീഫ് കറിയും. സോ ഒരു ഫുഡിനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും. അതായത് കപ്പ മെയിനായിട്ട് കാർബാണ്, ഇത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് ആണ് ബീഫ് വരുന്നത്. ഇത് രണ്ടിനെ മെഷർ ചെയ്ത് എങ്ങനെയും ബ്രേക്ക്ഫാസ്റ്റിലുള്ള മാക്രോസ് ഒന്ന് ഫില്ലാക്കാനാണ് നോക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്രോസിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി ഡയറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ ഇതെങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്നും അല്ലാണ്ട് കാലറി ട്രാക്കിങ്ങിനെ പറ്റിയൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാത്രം വെക്കും. ഇപ്പോൾ ഇവിടെ പാത്രം വെച്ചിട്ട് നമ്മൾ ഓണായി കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ വെയിറ്റ് അങ്ങ് മൈനസ് പോകും. പിന്നെ അങ്ങോട്ട് വെക്കുന്നതിൻ്റെ വെയിറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഞാനത് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് കസാവ റൂട്ട് കുക്ക്ഡ് എന്നാണ് ഇതിനകത്ത് ബെറ്ററായിട്ട് കിടക്കുന്നത്. സോ ഞാൻ കസാവ റൂട്ട് കുക്ക്ഡ് ഞാൻ നേരത്തെ ഇട്ടത് ഇവിടെ കിടപ്പുണ്ട്. ഒരു 100 ഗ്രാം കാർബ് വരുന്ന രീതിയിൽ. അപ്പോൾ ഞാനൊരു 300 ഗ്രാം വേണ്ട, 250 ഗ്രാം എടുത്താൽ 400 കാലറി, 97.5 ഗ്രാം കാർബ്, 3.5 ഗ്രാം പ്രോട്ടീന്, 0.8 ഗ്രാം ഫാറ്റ്. അപ്പോൾ നമുക്കൊരു 250 ഗ്രാം കപ്പ മെഷർ ചെയ്തെടുക്കാം. കുഴപ്പമില്ല, 285 ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാർബ് അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. പക്ഷെ നമുക്കിനി നല്ല പ്രോട്ടീൻ സോഴ്സും ഫില്ലാക്കി ഇടണം. അപ്പോൾ അതിന് നമുക്ക് ഇതിൽ ബീഫ് റോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതാണ് ഞാൻ സ്ഥിരം എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടെ ഇവിടെ ടയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അകത്തെ ഞെക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ വെയിറ്റിൻ്റെ ഇത് 0 ആകും. പിന്നെ ബീഫ് എടുക്കുമ്പം ചാറ് കിടപ്പുണ്ട്. അപ്പോൾ ചാറില്ലാതെ ആദ്യം പീസ് മാത്രമായിട്ട് മെഷർ ചെയ്യണം. 150 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ 150 ഗ്രാം നമ്മളിതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റിനകത്ത് വരുന്നത് 375 കാലറീസ്, കാർബില്ല, 39 ഗ്രാം പ്രോട്ടീനും 22.5 ഗ്രാം ഫാറ്റ്സുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് തൽക്കാലം ആഡ് ചെയ്യുക. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് തന്നെ 830 കാലറി, 111 ഗ്രാം കാർബ്, 43 ഗ്രാം പ്രോട്ടീന്, 23.4 ഗ്രാം ഫാറ്റ്, ഇത്രയും ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ വിട്ട് വെച്ചേക്കുന്ന ടോട്ടൽ കാലറീസ്, എൻ്റെ ടോട്ടൽ പ്രോട്ടീന്, കാർബ്, ഫാറ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ 400 ഗ്രാം കാർബാണെങ്കിൽ 4 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 വെച്ച് എല്ലാ മീലിലും കഴിച്ചേക്കുക. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിടക്കുന്നത്, പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ്സ് ആണെങ്കിലും കാർബാണെങ്കിലും എല്ലാ മീൽസിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ നോക്കുവാണ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതി. ഇനി നമുക്ക് ലഞ്ചിൽ കാണാം. ഇനി നമ്മുടെ അടുത്ത മീലെന്ന് പറയുന്നത്, ഇനി നമുക്ക് ഡെയിലിയുള്ള പ്രോട്ടീൻ ഇൻടേക്കിൽ ഇവിടെ ഇനി ബീഫ് കുറച്ചും കൂടെ ഇരുപ്പുള്ളൂ. അപ്പോൾ അത് അവർക്ക് പപ്പായ്ക്കും മമ്മിക്കും ഉള്ളത് കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത്ര മെഷർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള കാണത്തില്ല. സോ നമ്മൾ ഇനി ബീഫ് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് മുട്ട ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചിക്കനും ഇരിപ്പുണ്ട്. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചോണ്ട് ഇനിയും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ 1-2 ദിവസം കൂടെ ഇരിക്കുള്ളൂ. ഇന്നും നാളെയും മറ്റന്നാളും മാക്സിമം. അപ്പോൾ ഇന്നും നാളെയും കൂടി ഇരിക്കുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ചിക്കനും കൂടെ ഫിനിഷ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഡെയിലി ഇൻടേക്കിൽ ചിക്കൻ എടുത്തേക്കുന്നതിൽ ഞാനൊരു 600 ഗ്രാംസ് ഹോളാണ് എടുത്തേക്കുന്നത്.
അപ്പം ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അത് ഒരു 600 ഗ്രാം നമ്മൾ പേ ചെയ്ത് മാറ്റണം. ഞാൻ പോയി മാരിനേറ്റ് ചിക്കൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇങ്ങനൊരു ബോക്സിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷനൊക്കെ ചുമ്മാ നമ്മൾ ഷാൻജിയോടെ ചിക്കൻ ഫ്രൈയുടെ ആ മാരിനേഷൻ നോക്കി അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നമ്മളൊരു ഈ പാത്രത്തിലോട്ട് 600 ഗ്രാം പ്രോട്ടീൻ എടുക്കും. അപ്പോൾ ബാക്കി ഫുഡുകൾ നമ്മൾ വീട്ടിലിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന റൈസ് ഇരിപ്പുണ്ട്. ഒരു മ്യാവും ഇല്ല, 2 കടി അടിച്ചിട്ട് പോയതാണ്. എന്നിട്ടുള്ള മ്യാവ്, അയ്യോ ഞെരമ്പിൽ കൂടെ തീ പാറിയാനിപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 600 ഗ്രാം വേണം. ഇത് 90. നമ്മൾ ബോൺ അങ്ങനെയൊന്നും മാറ്റാൻ നിൽക്കുന്നൊന്നുമില്ല, ഇന്ന പീസൊന്നുമില്ല. ലൈക്ക് ഹോൾ ചിക്കൻ തന്നെയാണ്. ലൈക്ക് എല്ലാ പീസും ഉണ്ട് ഇതിൽ. ആകപ്പാടെ ഓർഗൻ മീറ്റുകൾ മാത്രം ഞാൻ തൽക്കാലം കളഞ്ഞിട്ടുണ്ട്. 600, 618 ഉണ്ട്. പക്ഷേ നമ്മൾ 600 അങ്ങ് ചിന്തിക്കും. വേണ്ട വേണ്ട, അത്ര സ്നേഹങ്ങളൊന്നും വേണ്ട, ഇനിയും കഴിക്കാനില്ലേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതാണ് ഇച്ചിരി കൂടെ ഈസി, ഓവൻ ഉണ്ടെങ്കിൽ അതിലും ഈസി. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ എടുക്കുമ്പോൾ ഞാനിതിലിപ്പോൾ പകുതിയെ ഒരുമിച്ച് ഇടുന്നുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി കുക്ക് ചെയ്യുന്നവർക്കറിയാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ ഒത്തിരി എണ്ണ യൂസ് ചെയ്യുന്നില്ല. എണ്ണ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഗീ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ട്രാക്ക് ചെയ്യും. ഡെയിലി ഫാറ്റ് ഇൻടേക്ക് നോക്കുവാണെങ്കിൽ കൂടിപ്പോകുന്നുണ്ടെന്ന് വെച്ചാൽ കൂടി പോകുന്നുണ്ട് ചില പോയിൻറ്റുകളിൽ. പക്ഷേ നമ്മൾ ഓവറോൾ കാലറീസ് വരുമ്പോഴത്തേക്കും കൊണ്ടുവന്നേ അവളെ. കഴിഞ്ഞ ദിവസം ഒരു കടി കിട്ടും നിനക്കും കിട്ടും. അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായി. വേണ്ട വേണ്ട. കുറച്ച് മുന്നേ സ്നേഹിക്കാൻ പിടിച്ചപ്പോൾ അടുത്ത വേറൊരു കടി, അതിൽ പിന്നെ വലിയ മുറിവുണ്ടായില്ല. അതെ, അതൊക്കെ നമ്മുടെ ഉണ്ടു. നോക്കിയോ, ഒരു ദിവസം ഞാൻ ഉണ്ടുവിനെ ഇറക്കി വിട്ട് ഇവിടെ കടിപ്പിക്കുന്നുണ്ട്. അവിടെ സ്പൂണൊന്നും കാണുന്നില്ലല്ലോ. അപ്പം സ്പൂൺ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചേക്കുക. അപ്പം ഇവിടെ നമ്മൾ ഈ മൊത്തം ഈ സാധനത്തോടെ നമ്മൾ കയറ്റി വെച്ചിട്ട് ഓണാക്കുമോ അല്ലെങ്കിൽ ടയർ ഞെക്കിയാലോ അതിൻ്റെ വെയിറ്റ് അങ്ങ് മൈനസ് ആകും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 5 ഗ്രാം ഇതിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ അവിടെ മൈനസ് കാണിക്കും. പോരാ ഉള്ള കാര്യം പറയാമല്ലോ, ചില സമയങ്ങളിൽ നമ്മളിത് വഞ്ചിക്കാറുണ്ട്. ഇത് 5 ഗ്രാമിൽ കൂടുതൽ കാണും. തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. 5 ഗ്രാം എന്നങ്ങ് ചിന്തിക്കുക. സാധാരണ ഞാൻ ഇടുന്നത് 10 ഗ്രാം ഇട്ടിട്ട് ഒത്തിരി ചിക്കനിലേക്ക് ഇത് മൊത്തം അങ്ങ് വറുത്തെടുക്കാറാണ് പതിവ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ 5 ഗ്രാം ഇട്ട് ആദ്യം ഒരു സെറ്റ് വറക്കും, എന്നിട്ട് കുറച്ച് 5 ഗ്രാം കൂടെ രണ്ടാമത് ഇട്ടിട്ട് മറ്റേ സെറ്റും കൂടെ വറക്കും. ഹൈ ഫ്ലെയിം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ എടുക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും പ്രോട്ടീനും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്യണം. പിന്നെ പച്ചക്കറിയും കാര്യങ്ങളും ഫൈബറിന് വേണ്ടി ഞാൻ എക്സ്ട്രാ വേറെ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക്. സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെക്കും, അന്നേരം അതിൽ നിന്ന് എടുക്കും. പറഞ്ഞാൽ ഇന്നലത്തെ സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ട്, അപ്പോൾ കാർബ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഫൈബർ അതും ഓക്കെയാണ്. പിന്നെ അല്ലാണ്ട് നമ്മൾ സാലഡായിട്ട് വേറെ കഴിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കുറച്ച് ആഡ് ചെയ്യാൻ നോക്കും. കാരണം പച്ചക്കറിയിൽ നിന്ന് ഒത്തിരി കാലറീസ് നമുക്ക് കയറി വരത്തില്ല. അപ്പോൾ ഇതിപ്പോൾ നെയ്യ് ഫുള്ള് ഉരുകി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇതിൽ കൊള്ളാവുന്ന പീസുകൾ നിറച്ചിടരുത്. അത് മതി, ഒരു സെറ്റും കൂടെ പൊക്കോളൂ. അപ്പോൾ ഇവിടെ ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ അതിപ്പം ചിക്കൻ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വെക്കും. ടൈമർ 1 മിനിറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അവിടെ നമുക്ക് 1 മിനിറ്റിന് ടൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെട്ടം ഉണ്ടായിരുന്നത് പോയി, തൽക്കാലം ഇത്രയും വെട്ടം ഇവിടെ വരുള്ളൂ. ഇപ്പോൾ അടിയിൽ നമ്മൾ തിരിച്ചിടുന്നൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുന്ന കുറച്ചൊരു മീഡിയം ഫ്ലെയിം എന്നുള്ള ഒരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റും കൂടെ ടൈമർ വെക്കും. ഇപ്പോൾ ഇവിടെ തിരിച്ച് വന്നു 5 മിനിറ്റ്. ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ 5 മിനിറ്റ് എപ്പോൾ ടൈമർ അടിക്കുന്നു അന്നേരം നമ്മൾ ചിക്കൻ എല്ലാം മറിച്ചിട്ടിട്ട് ഒരു 6 മിനിറ്റും കൂടെ. അപ്പം
ഫസ്റ്റ് ആ ഫ്രൈ ചെയ്ത 1 മിനിറ്റും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 12 മിനിറ്റ്. അപ്പോൾ ചിക്കൻ റെഡിയാവും. ഞാൻ കാണിക്കാം, ഇനി റെഡിയായി കഴിഞ്ഞ് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ചിക്കൻ റെഡിയായത്. 12 മിനിറ്റിൽ 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അത് കഴിഞ്ഞത് തീ മീഡിയം ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്പ് ചെയ്തിട്ട് 6 മിനിറ്റും കൂടെ ടോട്ടൽ വെച്ചായ ചിക്കനാണിത്. അപ്പോൾ ഇത് കറക്റ്റ് വേവാണ്. നിങ്ങൾക്ക് ഇനിയും വേകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി മാറ്റാൻ വേണമെങ്കിൽ, പക്ഷേ ഇത് കറക്റ്റ് വേവാണ്, ഒത്തിരി ഇനിയൊന്നും ചെയ്യാനില്ല. സോ നമ്മളിനി ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഫുഡുകളുമായിട്ട് നമ്മൾ പെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ മട്ട റൈസ് ആണെന്ന് വിചാരിക്കുക. മട്ട റൈസിൻ്റെ പ്രോപ്പർ ഒരു മെഷർമെൻറ്റ് ഞാൻ SEO കണ്ടിട്ടില്ല ട്രാക്ക് ചെയ്യാൻ വേണ്ടി. സോ ഞാനിപ്പോഴും ബ്രൗൺ റൈസ് ഫുഡെന്നാണ് ഇടുന്നത്. ബ്രൗൺ റൈസ് ഫുഡ് സ്ഥിരം നമ്മൾ ഏത് ട്രാക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ ട്രാക്ക് ചെയ്യാൻ നോക്കുക. ബ്രൗൺ റൈസ് കുക്ക്ഡ് നമുക്ക് വേണ്ട കാർബ് എമൗണ്ടിൽ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യും. എന്നിട്ട് ചിക്കൻ എടുക്കും. പിന്നെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി ആഡ് ചെയ്യും. പച്ചക്കറി ഞാൻ മിക്കപ്പോഴും കാലറീസ് ഒത്തിരി ട്രാക്ക് ചെയ്യാറില്ല, അൺലെസ് അതിൽ മെഴുക്കുവരട്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, കാരണം അതിനകത്ത് എണ്ണയൊക്കെ എക്സ്ട്രാ ഇച്ചിരി കാണും. അപ്പോൾ അതല്ലാത്ത പക്ഷം ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത്ര എമൗണ്ട് ചിക്കന് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, സ്വീറ്റ് പൊട്ടറ്റോയും കാർബായിട്ട് എന്താണോ വീട്ടിലിരിക്കുന്നത് അതിപ്പോൾ എടുക്കും. നമുക്ക് നോക്കാം ഇപ്പം വീട്ടിൽ എന്നാ ഇരിപ്പുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ കാണിക്കാം. രണ്ടാമത്തെ സെറ്റ് ചിക്കൻ ഇപ്പോൾ അടുപ്പയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ട ടോട്ടൽ പ്രോട്ടീന് രാവിലെ കഴിച്ച ബീഫും പിന്നെ ഈ ഒരു ടോട്ടൽ 600 ഗ്രാം ചിക്കനിൽ ഫിനിഷ് ആകുന്നതാണ്. അപ്രോക്സിമേറ്റ്ലി 180 ഗ്രാംസ് അടുത്തുണ്ട് എൻ്റെ ടോട്ടൽ പ്രോട്ടീൻ ഇൻടേക്ക്. അപ്പോൾ കാർബിന് മെയിനായിട്ട് നമ്മൾ ഇവിടെ ഈ റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമുക്ക് ടോട്ടൽ ഇത്രയും നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 മീലിലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഇന്നത്തേക്കുള്ള മുഴുവൻ പ്രോട്ടീനിൻ്റെയൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് നമ്മൾ ബീഫ് ഓൾറെഡി കഴിച്ചു. അപ്പോൾ ഇത്രയും പ്രോട്ടീൻ നമ്മൾ ഒറ്റയടിക്ക് കഴിച്ച് തീർക്കത്തില്ല. ഇനി 3 മീൽസിന് വേണ്ടി ഇതിലൊരു പോർഷൻ ഇപ്പോൾ ഈ റൈസിൻ്റെ കൂടെ, ഒരു പോർഷൻ പിന്നീട് വേറെ ഏതെങ്കിലും ചിലപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ആകാം, അല്ലെങ്കിൽ ഇവിടെ ഏത്തപ്പഴം ഇരിപ്പുണ്ട് ഏത്തപ്പഴം ആകാം. പിന്നെ ഒരു ചെറിയ പോർഷൻ നമ്മൾ വെജിറ്റബിൾ വേറെ സാലഡ്, ക്യുക്കുംബർ, ടൊമാറ്റോ അങ്ങനെ എല്ലാ സാധനവും ഇട്ടൊരു ചെറിയ സാലഡ് ഉണ്ടാക്കും, ആ സാലഡിൻ്റെ കൂടെ. സോ ആസ് ഓഫ് നൗ ഈ പ്ലേറ്റ് ഒന്ന് നോക്കിയാൽ ഇത് അത്യാവശ്യം നല്ല സോഴ്സ് ഓഫ് റൈസാണ്. പക്ഷേ ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയില്ലാഞ്ഞുകൊണ്ട് ഞാനൊരു ബ്രൗൺ റൈസ് എന്നുള്ള രീതിയിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചിക്കനിൽ ഒരു പോർഷൻ ചിക്കൻ ഞാനിപ്പോൾ ഇങ്ങ് മാറ്റിയെടുക്കുകയാണ് എനിക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഇതിൽ ബാക്കി 2 പിന്നീടത്തെ ഏതെങ്കിലും മീലിന് വേണ്ടി നമുക്ക് ഹാഫ് ആക്കി പിന്നെ കഴിക്കാം. സോ ഇതെവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടായി വരട്ടെ, ഈ ബീൻസ്. അപ്പോൾ ഇതിൽ ബീൻസിലൊരു കുറച്ച് സ്പൂണും എടുക്കും. ഇത് എണ്ണയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, നമ്മൾ ഒത്തിരി എടുക്കുന്നില്ല, ഒരു അത്യാവശ്യം എടുക്കും, ഒരു ഫൈബർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് നമ്മൾ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിലൊന്നും ഇടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പച്ചക്കറികളിൽ കാലറീസ് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ്. സോ നമുക്ക് പച്ചക്കറി മിക്കപ്പോഴും ഈവൻ സാലഡിലാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അങ്ങനെ ട്രാക്ക് ചെയ്യാറൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അതുപോലെ ലോടുമ്പടി ഇരുന്ന് കഴിക്കണം, അത്ര തന്നെയാണ് നമ്മൾ കഴിക്കത്തുമില്ല. ക്യാമറയിൽ ഇനീഷ്യലി വന്ന ലെൻസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 2018 A7 III എന്ന് പറഞ്ഞ ക്യാമറ. അപ്പോൾ അതിന് ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനില്ല, അങ്ങനത്തെ കുറേ ഡ്രോബാക്കുകളുണ്ട്. അപ്പോൾ പ്രോപ്പർ ഒരു വ്ളോഗിങ് ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ അവസാനം നമ്മുടെ ഈ ഓസ്മോ പോക്കറ്റ് 3 എത്തിപ്പെട്ടത്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീഡിയോഗ്രാഫി അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A7 III ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാക്സിമം ഡൈനാമിക് റേഞ്ച് കിട്ടണമെങ്കിൽ S-Log 2 തന്നെ ഷൂട്ട് ചെയ്യണം. പക്ഷേ എൻ്റെ ഇരിക്കുന്ന ലെൻസിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് 3.5 to 5 എത്രയാണെന്നാ 8 ആണെന്ന് തോന്നുന്നില്ലേ, ആ റേഞ്ചിലെങ്ങാണ്ടാ. അപ്പോൾ അത്രയും വരുമ്പോഴത്തേക്കും എനിക്ക് ലൈറ്റ്, എസ്പെഷ്യലി ഇച്ചിരി കൂടെ ഡാർക്കർ ഏരിയാസ് വരുമ്പോഴത്തേക്കും എനിക്ക് ആ ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നത് ISO ഒത്തിരി പുഷ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അന്നേരം കളേഴ്സ് ആണെങ്കിലും 8-bit ക്യാമറയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഇമേജ് നല്ല രീതിയിൽ ബ്രേക്ക് ആകുന്നുണ്ട്. പണ്ട് ഞാനിപ്പോൾ നോക്കി വെച്ചിരുന്നത് ഒരു 50mm നല്ലൊരു ലെൻസ് നോക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഒരു കടയിൽ 50mm ലെൻസ് ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കി, സംഭവം അത്യാവശ്യം നൈസാണെങ്കിൽ ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ 50mm ചമ്പുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇച്ചിരിയും കൂടി ഫോട്ടോസിനാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും ഇച്ചിരിയും കൂടി എല്ലാം ഒന്ന് ബെറ്റർ ആകും, ലൈറ്റിങ്ങും കളേഴ്സും എല്ലാം. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവന് നേരത്തെ ക്യാമറ എടുത്തപ്പം അവർ ആ കടയിൽ നിന്നാണ് മേടിച്ചത്. സോ മൊത്തത്തിൽ അറിയാവുന്നൊരു കടയായതുകൊണ്ട് അങ്ങോട്ട് പോകാം. കടയുടെ പേരെന്നാ? ഏറ്റുമാനൂർ. ഇങ്ങനെ കിടന്നിട്ടേ 50mm ലെൻസ് മേടിച്ചു. ഇനിയിപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വീട്ടിൽ വന്നിട്ട് കാര്യമായിട്ട് വീഡിയോസ് എടുത്ത് നോക്കണം. ഇപ്പോഴത്തെ നമ്മുടെ മീലെന്ന് പറയുന്നത് മീലായിട്ടല്ല, ഒരു ഫലൂഡ കഴിക്കാനുള്ള ആഗ്രഹപ്രകാരം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഫലൂഡ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത് ഞാൻ സ്ക്രീനിൽ തന്നെ കാണിക്കാം. ഈ ചിലത് മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് SEOയ്ക്കകത്ത് മാക്രോസ് മാത്രമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ചില ദിവസങ്ങളിൽ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മളിങ്ങനെ ഫലൂഡയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഫലൂഡ എന്ന് സെർച്ച് ചെയ്യുക. ചിലപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള സാധനം കാണും. ഇപ്പോൾ തൽക്കാലം നമ്മളത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ കാണാത്ത സമയത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനമൊന്നുമല്ല ഫലൂഡ. ഈവൻ ഞാനിപ്പോൾ ഫലൂഡ കഴിച്ചെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് കൂട്ടുകാരോട് പോയപ്പോൾ ഒന്ന് കഴിച്ചു. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 3 വർഷം മുന്നേ എങ്ങാണ്ട് ഫലൂഡ കഴിച്ച്. സോ അങ്ങനെയുള്ളൊരു സാധനം എന്ന് പറയുന്നത് അത്ര കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാ കപ്പലണ്ടി ഉൾപ്പെടെ എല്ലാം അങ്ങനെ അളന്ന് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി പറ്റും. ഇത് കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഇപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT പോവുക, ഒരു ആവറേജ് മാക്രോസ് ഓഫ് എ റോയൽ ഫലൂഡ എന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് അതിനകത്ത് ചില മറ്റേ സേമിയ അങ്ങനത്തെ എല്ലാ സാധനം, ഐസ്ക്രീം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ആവറേജ് വരുന്ന എത്രയെന്ന് അവർ പറയും. എന്നിട്ട് അത് വെച്ച് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു ഫുഡ് ആഡ് ചെയ്യാൻ ട്രാക്ക് നൗ എന്ന് കൊടുത്തു കഴിയുമ്പോൾ മേളിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ട് എനിക്ക് ഞാൻ ക്യു കാർഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്യു കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഫലൂഡ ChatGPT എത്രയാണോ പറയുന്നത്, അതിൻ്റെ മാക്സിമം കാലറീസ്, കാർബ്, പ്രോട്ടീന്, ഫാറ്റ്, അപ്പം അതങ്ങ് എൻ്റർ ചെയ്ത് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്തങ്ങ് എൻ്റർ ആകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫലൂഡ ഞാനിവിടെ എൻ്റർ ചെയ്തതിൽ ഞാൻ പറയാം ടോട്ടൽ എത്രയായെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്തതിൽ ഫലൂഡ ടോട്ടലി വന്നത് 550 കാലറീസ്, 80 ഗ്രാം കാർബ്, പ്രോട്ടീൻ 10, ഫാറ്റ്സ് 22. പക്ക പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല എല്ലാം കണക്ക് നോക്കുമ്പോൾ, ബട്ട് ആസ് ഓഫ് നൗ അത് ധാരാളമാണ്. അപ്പം ഇതിൽ തന്നെ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. നമുക്കത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഡെയിലി കാലറീസ് എന്ന് പറയുന്നത് 56 കൂടെ ഉള്ളൂ. 56 കാലറീസേ ഉള്ളൂ. അത് കുറച്ച് എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബാക്കി കാർബ് ഇനി വേറെ ഫുഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഫാറ്റ്സും എക്സീഡായി. പക്ഷേ കുഴപ്പമില്ല, ഇതർ കാർബ് ഓർ ഫാറ്റിൽ നിന്ന് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തൽക്കാലം എനർജി വന്നിട്ടുണ്ട്. പ്രോട്ടീൻ കറക്റ്റാണ്. അപ്പോൾ ഇനി എനിക്ക് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾ, ഒരു സാലഡും. അപ്പോൾ അങ്ങനെ ട്രേഡ് ഓഫ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാവുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ വെച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇവിടെ പാലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലപ്പമാണ് കാർബ് സോഴ്സ് ആയിട്ട് എടുത്തിരുന്നത്. അങ്ങനെ നമുക്ക് പലതും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ഇനി ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മമ്മി വേറെ വേറെ ഫുഡുകൾ ഉണ്ടാക്കും. അപ്പോൾ അന്നേരം നമ്മൾ അതെ, മമ്മി ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വേറെ ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ, വീട്ടിലെ ഫുഡുകൾ ഉണ്ടാക്കുമ്പം അത് വെച്ച് നമുക്ക് ഇതുപോലെ ട്രാക്കിങ്ങിൻ്റെ വേറെ വീഡിയോ ചെയ്യാം. പൂച്ച എവിടെ കൊണ്ടിട്ടു? കുഞ്ഞ് വെളിയിലോട്ട് പോയി. ഉണ്ടൂച്ചനും വെളിയിലാണ്. അടിയാണോ? ഇനി എങ്ങനെ എന്നെ പിടിച്ചെടുക്കും? ഉണ്ടൂച്ചനെ കണ്ടില്ല വിളിച്ചിട്ട്. ലൈറ്റ് കൊച്ചു അതുപോലെ ചിക്കൻ ചൂടാക്കി കഴിക്കാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.